എടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ? ഓടാ, ഞാൻ വരാം. ഓക്കെ. നിനക്ക് അറിയാമോ? അറിയില്ല. നമ്മളവിടെ ഉണ്ടായിരുന്ന ദിവസം ദൈവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ, എനിക്കും വന്ന മെസ്സേജ്. നീ വാ, പോയി നോക്കാം. വിഘ്നേഷ് എവിടെടാ? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, അവനെ ഇപ്പൊ കാണിക്കാം. അവൻ പറഞ്ഞിട്ടാണ് നമ്മളെന്ന്, അതുകൊണ്ട് അവനെ കണ്ടിട്ടേ പോകും. നിനക്ക് അവനെ കാണിച്ച്, പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് നിനക്കൊരു തിരിച്ചുപോക്കം ഉണ്ടാവില്ല. ആനന്ദ്, വിഘ്നേഷിന്റെ ഫോൺ എങ്ങനെയാടാ നിന്റെ കയ്യില്? ചത്ത് മണ്ണിൻ്റെ അടിയിലായാലും ഇതിനാടാ ഫോൺ. എന്തൊക്കെയാടാ നീ പറയാനാ? വിഘ്നേഷ് എവിടെ? അവിടെ പോയി തോണ്ടി എടുത്തോടാ. ഇത്രയും ദിവസം നീ ഡിക്റ്റേറ്റ് കളിച്ചത് അവൻ എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ. അറിയിച്ചു തരാം. എടാ, സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഇതിന് മാത്രം ഇപ്പൊ എന്ത് സംഭവിച്ചു? എടാ, എനിക്ക് നിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിന്റെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും. എടാ, നിനക്കറിയാലോ, നിന്റെ വീട്ടുകാർക്ക് പോലും നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഞാനൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ശല്യം ചെയ്യരുത്. ഇത്രയും കാലം സ്വന്തം ഒന്ന് കരുതി സ്നേഹിച്ചൊരാൾ പെട്ടെന്നൊരു ദിവസം ഒഴിവാക്കി പോകുന്ന ഒരവസ്ഥ. അന്ന് അവിടെ നിന്നിറങ്ങുമ്പോൾ ഇതിലും വലിയ നഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അവള് കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു. ആ ചെറുക്കം കാരണമാണ് അവര് നേരത്തെ അങ്ങ് പോയത്. അവനും അവൻ്റെ ഒരു മുടിഞ്ഞ പ്രേമം. എന്തിനു വേണ്ടി ജീവിക്കണമെന്നറിയാത്ത ദിവസങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട്. അങ്ങനെ ഒരു ദിവസമായിരുന്നു വിഘ്നേഷിന്റെ മെസ്സേജ്. അവളും അവൻ്റെ ഒപ്പം ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നെന്ന് എനിക്കന്ന് മനസ്സിലായി.
സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവളെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വിഘ്നേഷിനെ തേടി വന്നത്. എടാ അവള് കാരണല്ലടാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ. എന്നിട്ട് നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത്? മതിയാക്കടാ നിന്റെ ഡയലോഗ് അടി. ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരമില്ല. മൈക്കിളെ, എടാ അവള് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായ. എന്നിട്ട് നീ ഇപ്പൊ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? സഞ്ജയ് പറഞ്ഞതുപോലെ തെറ്റുകാരി അവളല്ലേ. അവളെ ഞാൻ അവസാനമായി ഒന്നുകൂടെ കാണാൻ പോവുകയാണ്.